സിനിമയിലാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പലരായാലും ചതിക്കപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ. അങ്ങനെ മനഃപൂർവ്വം തട്ടിപ്പോയ റോളുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താറില്ല. അപ്പോഴും ഞാൻ ഈ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ സമയം അത്രേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനത് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാറില്ല. കാരണം അപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ സമയം അതേ വിചാരിക്കാറുള്ളൂ ഞാൻ. ആരോടും അങ്ങനെ ഒരു ദേഷ്യം ഒന്നുമില്ല. ഇല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൗഹൃദങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞു ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബിജു മേനോൻ, ഞാൻ ബിജു പറയാറില്ല, ഞാൻ പറയാറുണ്ട് എപ്പോഴും. എൻ്റെ കളിക്കൂട്ടുകാരനാണ്. എന്ന് വെച്ചാൽ നഴ്സറി മുതൽ ഏകദേശം 8ാം ക്ലാസ് വരെ ഒരു വായിലുണ്ടിറങ്ങി വളർന്നവരാണെന്ന് പറയാം. അടുത്ത വീടായിരുന്നു, തൃശ്ശൂർ ക്യാമ്പിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ക്യാമ്പിൽ ശരിക്കും ബിജുവിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ഈ നാടകത്തിൽ കൂടെ ഇങ്ങനെ കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. സിനിമയിലേക്കല്ല, കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ തൃശ്ശൂർ ജോസ് പായമൽ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഈ സത്യം പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പരിചയപ്പെടുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിലാണ്. ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ് ആ പ്രായത്തിലാണ്. അല്ല, മമ്മൂക്ക അന്ന് സൂപ്പർ സ്റ്റാർഡ് ഒന്നും ആയിട്ടില്ല. ലാലേട്ടനും ഞാൻ കാണുമ്പോൾ ഒന്നും ആയിട്ടില്ല. മമ്മൂക്ക ഈ തൃശ്ശൂർ ഈ എക്സിബിഷൻ വരുമല്ലോ, തൃശ്ശൂർ പൂരം അടുപ്പിച്ച് എക്സിബിഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു നാടകം ഉണ്ടാവും. അപ്പം അന്ന് അച്ഛൻ, മറ്റേ TG രവിയങ്കിൾ, MS ഏട്ടൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോൾ ഒരു ദിവസം അന്ന് അച്ഛൻ CA ആണ്. അപ്പം അന്ന് ഞാനിങ്ങനെ ജാടയിൽ CA ഇന്നയാളുടെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റേജിൻ്റെ പുറകെ കയറി അകത്ത് കയറി അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ബാക്കി എല്ലാവരുടെ മുമ്പിലും ഷൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ്, മമ്മൂക്ക പോലും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, മമ്മൂക്ക ഞാനിങ്ങനെ അച്ഛനോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അപ്പോൾ ബാക്കി എല്ലാവരും എനിക്കറിയാം. TG രവിയങ്കലിനെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരോട് അപ്പോൾ പുറകിൽ നിന്നൊരു തട്ട് കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കസേരയിൽ ഇങ്ങനെ ചാരി ഒരാളിട്ടുണ്ടായിരുന്നു. അറിയോ എന്ന് ചോദിച്ചു. അപ്പം മമ്മൂക്കയാണത്. നമുക്ക് അന്ന് ഒരു ഹീറോ ലെവലിലേക്ക് കയറി വരുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അറിയാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ലാലേട്ടൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോയെന്ന് പറഞ്ഞുകൂടാ, മദ്രാസിലെ സ്വാമീസ് ലോഡ്ജിൽ, അത് സ്വാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ജനറേഷനെ അറിയുള്ളൂ. അല്ല, നമുക്ക് മറ്റേ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോഴത്തേക്ക് ഇത് പക്ഷെ ആ സ്വാമീസ് ലോഡ്ജ് അല്ല, അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു കാണും. അന്ന് ഞങ്ങൾ പോകുമ്പോൾ അച്ഛന് ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഫാമിലി ആയിട്ട് പോവുക. അന്ന് ഫാമിലി ആയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മദ്രാസ് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ സത്യമാഷ് ഒക്കെ താമസിച്ച സ്ഥലമാണ്. അപ്പോൾ മരഗോവണിയൊക്കെയാണ്, മരത്തിൻ്റെ ഗോവണി, മരത്തിൻ്റെ തറ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഏറ്റവും മറ്റേ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ മസാല ദോശയും ലസ്സിയാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തൊട്ട് മുമ്പിൽ ജെയിംസ് ബോണ്ടിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇംഗ്ലീഷ് പടം ഇങ്ങനെ കണ്ട് ഹരം പിടിച്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം രാത്രി, അന്ന് അമ്മയുണ്ട്, അനിയത്തി കുഞ്ഞാ. അപ്പോൾ ഇവർ റൂമിലിരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങി. ഇപ്പോൾ ഒരു 5-6 പേര് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരാൾ ബെയർ ബോഡിയാണ്, ഓപ്പോസിറ്റ് തിരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ 4-5 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴെന്നല്ല, അത് കഴിഞ്ഞിട്ടാണ് അവരെയൊക്കെ മനസ്സിലായത്. ഈ ബെയർ ബോഡി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുറയിൽ വലിയൊരു മറുക് ലാലേട്ടനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ സുരേഷ് ഏട്ടനുണ്ടായിരുന്നു, മേനേജിയുടെ ഹസ്ബൻഡ് സുരേഷ് ഏട്ടനുണ്ടായിരുന്നു. അന്ന് സനൽകുമാർ ഏട്ടനുണ്ടായിരുന്നു, പിന്നെ പ്രിയൻ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും പിന്നെ എന്നെ ഓർക്കുന്നില്ല. പ്രിയൻ ചേട്ടൻ പിന്നെ കാണുമ്പോൾ ആരോ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വർമ്മ സാറിൻ്റെ മോനാന്നൊക്കെ പറഞ്ഞിട്ട്. വർമ്മ സാറിൻ്റെ മോനെ അഭിനയിച്ചു തുടങ്ങിയൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പ്രിയൻ ചേട്ടൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഇവരെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തതാ ആ പ്രായത്തിൽ. അതിനുള്ള ഭാഗ്യം കിട്ടി. അതെ, അത്രയും ചെറുപ്പത്തിൽ. തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർസ് ആകുന്ന പോലും അറിയാതിരുന്ന സമയത്ത്. അതെ. പിന്നെ മമ്മൂക്കയുടെ കൂടെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അഭിനയിച്ചു. അതെ.
അപ്പോ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ മമ്മൂക്കേനെ ലാലേട്ടനെ ഒക്കെ ഫസ്റ്റിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. പിന്നീട് ഇതുപോലെ ഞാൻ ആദ്യം കണ്ട ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ ലെവലുള്ള ആർട്ടിസ്റ്റ് വിൻസെന്റ് സാറാ. പഴയ എന്ന് വെച്ചാൽ ഞാൻ താമസിച്ചിരുന്ന ക്യാമ്പിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു പടത്തിന്റെ ഫൈറ്റ് രംഗം ഷൂട്ട് ചെയ്യുന്നു, ഒരു കുളവും ഇതൊക്കെ ആയിട്ട്. അപ്പം അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്, അച്ഛൻ്റെ സുഹൃത്തുക്കളാണത്. അങ്ങനെ അത് കാണാൻ പോയപ്പോഴാണ് ആദ്യം കാണുന്ന ആർട്ടിസ്റ്റ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്ക് ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് എന്താ പറയുക കാണാൻ പറ്റുന്നതും ഒക്കെ ചെയ്യാൻ പറ്റുന്നു. അതെ, അന്നത്തെ സമയത്ത് ഇതേപോലെ ഒരു 5ാം ക്ലാസ്സുകാരൻ കണ്ടു എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കേ അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ. ഈവൻ ഞാൻ കോളേജിൽ പോയപ്പോ തന്നെ ഇവാന്യൂസിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇന്നാളുടെ മോൻ എന്നുള്ള അവിടെയൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നാളുടെ മോൻ എന്നുള്ള ലെവലിലാണ്. പിന്നെയാണ് ഞാൻ അവിടെ 3 വർഷം ബെസ്റ്റ് ആക്ടർ ആയതൊക്കെ കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ബെസ്റ്റ് ആക്ടർ ആയത്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് തിരുവല്ലം. അച്ഛൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ട് 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് അവിടെ ആദ്യം ശരിക്കും സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, അത് മറ്റേ ട്യൂട്ടോറിയൽ കോളേജിൽ ഞങ്ങളൊക്കെ കൂടെ തട്ടിക്കൂട്ടിയൊരു സംഭവമാണ്. ശരിക്കൊരു സീരിയസ് ആയിട്ടുള്ളത് ആ വർഷത്തെ വാർഷികോത്സവത്തിന് ഞാൻ 2 ഭർത്താവുള്ള ഒരു പെണ്ണായിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ അന്ന് സണ്ണിയങ്ങളും അസീസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ്. പിന്നെ നാടകം ഞാൻ അങ്ങനെ ഇതായിട്ട് ചെയ്തിട്ടില്ല, അമച്ചുറായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വേലുത്തമ്പി അല്ല മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ മാർത്താണ്ഡവർമ്മയുടെ കഥ ബുക്കിനെ ആസ്പദമാക്കിയിട്ട് TR സുകുമാരൻ സാറ് ആ പ്രഗത്ഭര. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നേ ഉള്ളൂ. എൻ്റെ കൂടെ അഭിനയിച്ചത് TR സുകുമാരൻ നായർ സാറ്, പിന്നെ മാവേലിക്കരപ്പൻ ചേച്ചി, PC സോമനങ്ങൾ, ഡോക്ടർ അമ്പിയങ്ങൾ, പിന്നെ ലീലാ പണിക്കർ, ഇവരൊക്കെയാണ്. ലീല ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നാടകത്തിൻ്റെ ആ ലെവലിൽ. പ്രൊഫഷണലായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ നാടകത്തിൻ്റെയൊക്കെ കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോഴേ ചേട്ടനാണെങ്കിൽ ശരിക്കും സിനിമയിലൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ഇനാഗ്രേഷനും ഒക്കെ പോയിട്ടുള്ളൊരു കഥ ഞാൻ കേട്ടിരുന്നു. അതെന്താണെന്നറിയോ, അത് ഈ ഞാൻ മനു എന്നായത് അങ്ങനെയാണ്. ശരിക്കുള്ള പേര് എൻ്റെ പ്രദീപ് എന്നാണ്. എൻ്റെ ബ്രദറാണ് പ്രകാശ് വർമ്മ. ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങൾ 3 പേരാണ് പ്രായിൽ തുടങ്ങുന്നത്. പ്രകാശ്, ഞാൻ, നടുക്കഷ്ണം പ്രദീപ്, മൂത്താളുണ്ട് പ്രവീൺ. അങ്ങനെ 3 പേരായിരുന്നു. ഞാൻ ആലോചിച്ചത് പ്രകാശ് വർമ്മയുടെ കൂടെ എന്തുകൊണ്ട് മനു വർമ്മ വന്നു? മനു വർമ്മ വേറെ ഉണ്ട്, തറവാട്ടിൽ വേറെ ഉണ്ട് ഒരു മനു വർമ്മ, ഒറിജിനൽ ഒരു മനു വർമ്മ ഉണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഈ മനോരമ വീക്കിലിക്കാര് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ, എക്സ്പെരിമെന്റ് എന്നുള്ള നിലയിൽ ഈ വരയ്ക്കുന്നുണ്ടല്ലോ, ക്യാരക്ടേഴ്സിനെ വരയ്ക്കുകയാണല്ലോ, അതിന് പകരം ഇവര് ഫോട്ടോസ് ആക്കി ഒരു നോവലിൽ പ്രിന്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഫോട്ടോസ് നമ്മളെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കഥയിൽ അന്ന് ഹിറ്റായ, അന്ന് ഈ വീക്ക്ലീസല്ലേ ഉള്ളൂ, അടുത്ത ആഴ്ച കാത്തിരിക്കുകയല്ലേ ഓരോരുത്തർ. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ പെങ്ങളൊക്കെ മംഗളവും മനോരമയും വരാൻ കാത്തിരിക്കുകയായിരുന്നു. സീരിയൽസ് ഇല്ലല്ലോ, അതേ അഡിക്ഷൻ തന്നെയായിരുന്നു പറ്റേലും. അപ്പോൾ അങ്ങനെ സുധാകർ മംഗളോദയത്തിൻ്റെ ഒരു കനകച്ചിലങ്ക എന്നായിരുന്നു ആ നോവലിൻ്റെ പേര്. അതിൽ ഹീറോ ക്യാരക്ടർ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ ഞാനായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ പേരാ മനു എന്ന്. പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടറാണ്, ഒരു സൈക്കിക് ക്യാരക്ടറാണ്. ഭാര്യയോടുള്ള കാമുകിയോടുള്ള സ്നേഹം മൂത്തിട്ട് ഇയാൾക്കൊരു ആക്സിഡൻറ്റിൽ ഈ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ പെൺകുട്ടി ഉപേക്ഷിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവളെ കൊന്നു വന്നിട്ട് ഈ മുടിയൊക്കെ മുറിച്ച് പൂജാമുറിയിൽ മറ്റേ ഇവിടുത്തെ ഡ്രസ്സൊക്കെ പൂജാമുറിയിൽ വയ്ക്കുക, മുടി മുറിച്ച് കട്ടിലിൽ ഇതൊക്കെ ചെയ്യും. അന്ന് എൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു സതീഷ്.